ഹലോ ബഡീസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ സീസൺ 1 എപ്പിസോഡ് 7 ആണ്. അതും നമ്മുടെ പൃഥ്വിരാജിന്റെ വോയിസിൽ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നേരെ കഥയിലോട്ട് പോകാം. ഈ എപ്പിസോഡ് തുടങ്ങുന്നതല്ലേ നമ്മുടെ പോയ എപ്പിസോഡിന്റെ ലാസ്റ്റ് സീന് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ബോളിന്റെ ഐഡിയ വെച്ച് എല്ലാവരും കറക്റ്റ് സമയത്ത് ചാടി അവരവരുടേതായിട്ട് ഓരോ മുട്ട എടുത്ത് ബോളിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കൊണ്ടുവന്ന മുട്ടയൊക്കെ കുക്ക് ചെയ്തിട്ടാണ് ഇവരെ ഈ ഹണ്ടേഴ്സ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ മിഞ്ചിയും പറയുന്നുണ്ട്, ഇപ്പോൾ ഗാർമെന്റ് ഹണ്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ ടേസ്റ്റിന് വേണ്ടി ഞങ്ങൾ ഏത് ദൂരവും പോകും, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഹണ്ടേഴ്സ് ആണ് ഗാർമെന്റ് ഹണ്ടേഴ്സ് എന്നൊക്കെ നമ്മുടെ മിഞ്ചി പറയുന്നുണ്ട്. അങ്ങനെ അത് വെട്ടിയത് അടുത്ത സീനിൽ നമ്മുടെ ഈ എയർഷിപ്പിലാണ് എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയായി. അപ്പോൾ ഈ എയർഷിപ്പിൽ നമ്മുടെ ഹണ്ടറിലെ ചെയർമാൻ ആയിട്ടുള്ള നിറ്റുരോ ഇവരോടെല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഈ 100 എക്സാമിന്റെ ലാസ്റ്റിൽ കാണാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ കാണേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെയർമാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതേ സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മുടെ നിറ്റുരോ പറയാ, ഇതാണ് എൻ്റെ അസിസ്റ്റന്റ് ബീൻ എന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നിറ്റുരോ. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഈ എയർഷിപ്പിലാണ് ഉള്ളത്. ഈ എയർഷിപ്പ് അടുത്ത ദിവസം രാവിലെ 8 മണിക്കായിരിക്കും ഫേസ് 3 എത്തുക. അപ്പോൾ നിങ്ങൾ അതുവരെ ഈ എയർഷിപ്പിൽ തന്നെ വിശ്രമിക്കാം. നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഇവിടെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് കഴിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ എയർഷിപ്പ് ചുറ്റി കാണണമെങ്കിലും അതും ചെയ്യാമെന്നൊക്കെ നമ്മുടെ ചെയർമാൻ പറയാം. അപ്പോൾ ഇപ്പോൾ സമയം എത്ര മണിയാണെന്ന് ചോദിച്ചാൽ 9 മണിയാണ്. നാളെ അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ഈ ഫേസ് 3 പോവുള്ളൂ, അടുത്ത എക്സാം നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഗോൺ പറയുന്നുണ്ട്, ഈ കിടുവയാ 9 മണി ആയിട്ടുള്ളൂ, അപ്പോൾ ഇനിയും നമുക്ക് കുറേ ടൈം ഉണ്ട്, നമുക്ക് ഈ എയർഷിപ്പ് ഒന്ന് ചുറ്റി കാണാമെന്ന് ഗോൺ പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ എയർഷിപ്പ് ചുറ്റി കാണാൻ വേണ്ടി പോവുക. ഇത് കേട്ട് നമ്മുടെ ലിങ്ങിയോറിയോ ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ട്, കാരണം ഇത്രയും എനർജി എങ്ങനെ ഇവർക്ക് കിട്ടിയെന്നും പറഞ്ഞ്. കാരണം കുറേ ടെസ്റ്റും കുറേ അധ്വാനിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും, ഹണ്ടേഴ്സ് എല്ലാവരും. അതുകൊണ്ട് തന്നെ കുറേ ഹണ്ടേഴ്സ് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്ര എനർജി ഇവർക്ക് എങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അതിശയിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ഉറങ്ങാൻ പോകാമെന്നും പറഞ്ഞ് നമ്മുടെ നിയോറിയും കുറാപ്പിക്കും ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ടോൾപ്പ ഇവർ രണ്ടുപേരെയും കാണാം. അപ്പം നമ്മുടെ ടോൺപ്പ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഉറങ്ങാൻ പോവുകയാണ്? അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ലിയോറി ചോദിക്കുമ്പോൾ, ശരിക്കും അവർ അടുത്ത ദിവസം രാവിലെ 8 മണിക്കാണ് എക്സാം എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അവർ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഈ രാത്രിയിൽ തന്നെ ചിലപ്പോൾ ഓരോ ടെസ്റ്റ് ഇട്ടുമെന്ന് വരും. അപ്പോൾ നിങ്ങൾ ഉറങ്ങിയെന്ന് വെച്ചാൽ ആ ടെസ്റ്റിൽ തോറ്റു പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടോൺപ്പ ഇവർ രണ്ടുപേരെയും കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കയറി നമ്മുടെ കുരാപ്പിക്കും മൈൻഡ് മാറുന്നുണ്ട്, ഓ ശരിയാണല്ലോ, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം, ഓ അപ്പോൾ ഇന്ന് എന്തായാലും ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ശരി ടോൺപ്പ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അവരുടെ റൂമിലോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ടോൺപ്പ അതിനുശേഷം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരി നിങ്ങൾ ഇന്ന് ഉറങ്ങാനേ പാടില്ല, എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത ദിവസം നിങ്ങളെ സിമ്പിളായിട്ട് ഡിഫിനിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ടോൺപ്പ അവിടെ നിൽക്കുക. അങ്ങനെ അത് കട്ട് ചെയ്ത് അടുത്ത സീൻ നമ്മുടെ കുരാപ്പിക്ക അവരുടെ റൂമിൽ ഇങ്ങനെ ഉറങ്ങാതിരിക്കുക, കാരണം എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് നടക്കാം. അതേ സീനിൽ തന്നെ കുറേ പേര് ഫുഡ് കഴിക്കുന്നത് കാണിക്കുക. ശരിക്കും ആരാണെന്ന് വെച്ചാൽ നമ്മൾ മിഞ്ചിയും അവരെല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി 3 എക്സാമിനേഴ്സും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രാവശ്യമുള്ള കണ്ടസ്റ്റേഴ്സ് എല്ലാവരും അത്യാവശ്യം ശക്തിയുള്ള ആൾക്കാരാണ്, കുറേ കാര്യങ്ങൾ പറയാതെ തന്നെ ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ എനർജറ്റിക് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻജിയും ആ തടിച്ചിട്ടുള്ള ഹറാബുറോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്രാവശ്യം വന്ന ഹണ്ടേഴ്സിന്റെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ആരെയാണ് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹറാബർ പറയുന്നുണ്ട്, രണ്ടുപേരെ എനിക്ക് തോന്നി, ഒന്ന് നിഞ്ചി ആയിട്ടുള്ള ഒരു ആളെയും പിന്നെ മറ്റേത് നമ്മുടെ കിലോയിനെയും പറയുന്നുണ്ട് നമ്മുടെ ഹറാബറോ. ഇവർ ടോക്കൺ നമ്പറൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ മിഞ്ചിയും പറയുന്നുണ്ട്, എനിക്ക് കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് ആരെയാണ് തോന്നിയതെന്ന് വെച്ചാൽ ഹിസോക്ക എന്ന് പറഞ്ഞാൽ ടോക്കൺ നമ്പർ 44 ഒരാളാണ്. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു വിലയും കൂടാതെ നമ്മുടെ ഹിസോക്ക ചിരിച്ചുകൊണ്ട് ഒരു സൈഡ് ഒരു ടെൻഷനും ഇല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കാണുമ്പോൾ കൂടുതൽ ദേഷ്യമാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ ദേഷ്യം എല്ലാം ടോഡോടെ അടുത്താണ് കാണിച്ചത്, പക്ഷെ ആ മൈൻഡ് സെറ്റ് ഹിസോക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹിസോക്കയ്ക്ക് അത്യാവശ്യം പവർ ഉണ്ടെന്ന് നമ്മുടെ മിഞ്ചു പറയാം. എന്നിട്ട് ഇവർ രണ്ടുപേരും സദോത്സുവോട് ചോദിക്കാം, നിങ്ങൾക്ക് ഏത് കാൻഡിഡേറ്റ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് തോന്നിയെന്ന്. സദോത്സു ഇങ്ങനെ ഒരു ചായയും കുടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്രാവശ്യം വന്നവരെല്ലാവരും അത്യാവശ്യം കുറേ വെറൈറ്റി ആയിട്ട് കുറേ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കും ആ കാർ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ഹണ്ടറാണ്. ആ ഹണ്ടർ ആരാന്ന് നോക്കിയാൽ നമ്മുടെ ഹിസോക്ക ആയിരിക്കും. ആ കാർ വെച്ചിട്ടുള്ള ഹിസോക്കയാണ് കുറച്ചുകൂടി നല്ല പവർഫുൾ എന്ന് തോന്നുന്നുണ്ടെന്ന് നമ്മൾ സദോത്സു പറയാം. കാരണം അവന് ഒരു പേടിയില്ലാതെ ഇങ്ങനെ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുക, അവന്റെ കാറും വെച്ച് മറ്റുള്ളവരെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് നമ്മുടെ സദോത്സു പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ അടുത്ത സീനിൽ ഹിസോക്ക ഒരു കാർ വെച്ചിട്ട് കുറേ ഒരു കൊട്ടാരം പോലെ കെട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ആ ഫുള്ള് കെട്ടിയ കൊട്ടാരത്തിന് അവൻ തന്നെ താഴെ വീഴ്ത്തിയിടുന്നുണ്ട്. ആ വീഴുന്ന സമയത്ത് ഇവൻ എന്തോ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കെട്ടിയത് അടുത്ത സീനിൽ ഈ എയർ ബലൂണിന്റെ ഈ കിച്ചൺ കാണിക്കുകയാണ്. ഈ കിച്ചണിലെ കഥവ് തുറന്ന് ഷെഫ് രണ്ടുപേരെ പുറത്താക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ വല്ല ഡിന്നർ ഹാളിലും പോയിട്ട് ഫുഡ് കഴിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കിലോയിനെയും ഗോളിനെയും പുറത്താക്കുക.
അയ്യോ നമുക്ക് കിച്ചൺ ചുറ്റി കാണാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ആ സമയത്ത് തന്നെ ഇവർ ആ കണ്ണാടിയിലൂടെ പുറത്ത് നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഫുള്ള് ബിൽഡിങ്സിനെയും കാണിക്കുക. ഗോഡ് നമ്മുടെ കിലോയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരൻസ് ഒക്കെ എന്താ ചെയ്യുന്നതാണ്? അപ്പൊ ഇത് കേട്ട് കിലോയെ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ജീവനോടെ തന്നെ ഉണ്ടത്. ഇത് കേട്ട് ഗോൺ അതിശയിക്കുകയാണ്. കാരണം ജീവനോടെ ഉണ്ടെന്ന് ആരെങ്കിലും പറയുമെന്ന് നമ്മുടെ ഗോൺ ഇങ്ങനെ അതിശയിച്ച് ചോദിക്കുക. അപ്പൊ കിലോയെ പറയാണ് അവർ രണ്ടുപേരും അസാസിൻസ് ആണ്, ഞങ്ങളുടെ ഫാമിലി തന്നെ ഫുൾ അസാസിൻസ് ആണ്. ഓ അസാസിൻസ് ആണോ നിങ്ങളുടെ ഫാമിലി എന്നും പറഞ്ഞ് ഇങ്ങനെ അതിശയിച്ച് നമ്മുടെ ഗോണ് കിലോയെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. അപ്പൊ കിലോയ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്റെ ഫാമിലി എല്ലാവരും അസാസിൻസ് ആണ്, അസാസിൻ ഹണ്ടേഴ്സ് ആണ്. അപ്പോൾ എന്നെയും ഒരു അസാസിൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഇഷ്ടങ്ങളാണ് എന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മയെ തന്നെ ഒരു അടി കൊടുത്ത് എന്റെ ബ്രദേഴ്സിനെ എല്ലാം ഞാൻ അടിച്ചു വീഴ്ത്തി കാണാതെ രാത്രി തന്നെ ഞാൻ ഈ 100 എക്സാം എഴുതാൻ വേണ്ടി വന്നതാണെന്ന് നമ്മുടെ കിലോയെ പറയാം. എന്നിട്ട് കിലോയെ തന്നെ ഗോഡിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു നല്ലൊരു കുട്ടിയല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ അവൻ തന്നെ അവനെ പോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് 100 ആയ ഉടൻ തന്നെ ഞാൻ അവരെ എല്ലാവരെയും പോയി അറസ്റ്റ് ചെയ്യും, അത് എനിക്ക് എത്ര തല്ലിഷ്ടമാണെന്ന് അറിയാവോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കിലോയ. അതേ സമയത്ത് തന്നെ നമ്മുടെ 100 ചെയർമാൻ ആയിട്ടുള്ള നെറ്റൂറോ ആ സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നെറ്റൂറോ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കിലോയ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ നെറ്റൂറോ കാണാതാവുക. എന്നിട്ട് വേറൊരു ഡയറക്ഷനിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ നടന്നു വരികയാണ്. അപ്പൊ കിലോയ ഇത് കണ്ട് ഡൗട്ട് അടിച്ച് ഇങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇത്രയും വയസ്സായിട്ടുള്ള ആൾ എങ്ങനെ ഇത്ര സ്പീഡിൽ ഇങ്ങനെ ഈ സൈഡിലൂടെ നടന്നു വരാൻ പറ്റുന്നത് നമ്മുടെ നെറ്റൂരോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെറ്റൂറോ പറയുന്നുണ്ട്, ഒരു വയസ്സായ മനുഷ്യനാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്നിട്ട് കാണുന്നില്ലേ, പിന്നെ എങ്ങനെ ഞാൻ എങ്ങനെ ഇത്ര സ്പീഡിൽ നടന്നു വരുമെന്ന്. അപ്പൊ കിലോയോ പറയുന്നുണ്ട്, എന്നെ ഒന്നും ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ബോണ് ആ സിറ്റുവേഷൻ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ഇങ്ങനെ തുറച്ച് നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ചെയർമാൻ പറയാ, അതൊക്കെ പോട്ടെ കുട്ടികളെ, അപ്പൊ നിങ്ങളുടെ ഈ 100 എക്സാമിന്റെ ആദ്യത്തെ ഇംപ്രഷൻ എങ്ങനെയായിരുന്നു? ആദ്യം നിങ്ങൾ എന്തൊക്കെയാണ് കരുതിയത്, എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് നമ്മുടെ നെറ്റൂടെ ചോദിക്കുക. അപ്പൊ ബോണ് പറയാ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു ആദ്യത്തെ ഈ ഇംപ്രഷനും ആദ്യത്തെ എക്സാമിനൊക്കെ എന്ന് നമ്മുടെ ബോണ് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അങ്ങനെ കിലുയുടെ അടുത്തേക്ക് തിരിഞ്ഞ് നെറ്റൂര് ചോദിക്കുക, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കിലുയെ പുച്ഛഭാവത്തോട് പറയാ, ഞാൻ 100 എക്സാമൊക്കെ നല്ല ടഫായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല, എനിക്ക് ശരിക്കും ബോറടിക്കുന്ന പോലെ തോന്നി. ഇങ്ങനെയുള്ള ടെസ്റ്റൊക്കെയാണ് നിങ്ങൾ 100 എക്സാമിന് കൊടുക്കുന്നതെന്ന് നമ്മുടെ കിലുയ ഒരു പുച്ഛഭാവത്തോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ നെറ്റൂരോ, എന്നാൽ ശരി നമുക്കൊരു ഗെയിം കളിക്കാം, എന്തായാലും നിങ്ങൾ സമയം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റുന്നത്, എനിക്കും സമയം പോയ പോലെ ആയി, നിങ്ങൾക്കും കുറച്ച് എന്റർടൈൻമെന്റ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നെറ്റൂരോ ഒരു ഗെയിം കളിച്ചാലോ എന്ന് ഇവർ രണ്ടുപേരോട് ചോദിക്കുക. അങ്ങനെ അടുത്ത സീനിൽ ഒരു സ്റ്റേഡിയം പോലെ കാണിക്കുക. അവിടെ ഒരു ബോർഡും പിടിച്ചുകൊണ്ട് നെറ്റൂരോ എന്താണ് ഗെയിം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവർ രണ്ടുപേരോടും. അപ്പോൾ മക്കളെ, ഇതാണ് റൂൾസ്. എന്താ റൂൾസ് എന്ന് വെച്ചാൽ നമുക്ക് 6 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ 6 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എൻ്റെ കയ്യിലുള്ള ബോർഡ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയും ഈ ബോർഡ് തട്ടിപ്പറിക്കണമെന്ന് നമ്മുടെ നെറ്റൂറോ പറയാം. അപ്പോൾ ഇത് കേട്ട് കിലുയ, ഓ ഇതാണ് ഗെയിം, നെറ്റൂറോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് കിലുയ അവൻ്റെ മൂവ് എടുക്കാൻ തുടങ്ങുന്നു. അവൻ ഈ നെറ്റൂറോൻ്റെ കയ്യിൽ നിന്ന് ബോർഡ് എടുക്കാൻ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ഡ്യൂപ്ലിക്കേറ്റ്സ് കിലുയ തന്നെ വരുന്നത് കാണുകയാണ്. അപ്പോൾ ഇത് കണ്ടതോടുകൂടി നമ്മുടെ നെറ്റൂരൊക്കെ മനസ്സിലാവുകയാണ്, ഓ ഒരു അസാസിൻ ടൈപ്പ് മൂവാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊരു അസാസിൻ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരിക്കും എന്നും പറഞ്ഞ് നെറ്റൂര ആ ബോർഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പറഞ്ഞ് കിലുയ നല്ല സ്പീഡിൽ നമ്മുടെ നെറ്റൂരുടെ കയ്യിലുള്ള ബോർഡ് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നെറ്റൂരോ വളരെ സിമ്പിളായിട്ട് ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. ഓരോ അറ്റാക്കിനും സിമ്പിളായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് മതിയായി നിൽക്കുന്ന കിലുയോട് പറയുന്നുണ്ട്, എന്താ കിലുയ കുറെ ശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലേ, പോട്ടെ സാരമില്ല എന്നും പറഞ്ഞ് ആ ബോർഡ് വെച്ച് ചുമ്മാ നമ്മുടെ കിലുയനെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ട് കിലുയ വിചാരിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ നോക്കുമ്പോഴല്ലേ പ്രശ്നം, ഞാൻ ഡയറക്റ്റ് കാലിൽ നിന്ന് അറ്റാക്ക് ചെയ്യാമെന്നും പറഞ്ഞ് കിലുയ നമ്മുടെ നെറ്റൂരോടെ കാലിൽ അറ്റാക്ക് ചെയ്യുക. പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് അടുത്ത സെക്കൻഡിൽ തന്നെ അയ്യോ എൻ്റെ കാല് പോയെന്ന് പറഞ്ഞ് കരയുന്നത് നമ്മുടെ കിലുയായിരിക്കും, നെറ്റൂരോ അല്ല. ഇങ്ങനെ കരയുന്ന കിലുയനെ നോക്കുന്നുണ്ട് നമ്മുടെ നെറ്റൂരോ. എന്നിട്ട് എൻ്റെ കാല് നല്ല അയൺ ബോൾ സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ എൻ്റെ കാല് പോയാനെന്ന് നമ്മുടെ നെറ്റൂരോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഗോണ് ഈ കിലുവെ എന്നെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുമെന്നും പറഞ്ഞാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞാൽ നമ്മുടെ ഗോണ് കിലുവായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പം നമ്മുടെ നെറ്റൂറോ, ഓ പുതിയ പയ്യനെത്തി, ഗോണെത്തി, ഇവൻ എന്തൊക്കെ പവർ ഉണ്ടെന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞാൽ നമ്മുടെ നെറ്റൂറോ ആ ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ പവർ എന്താണെന്ന് കണ്ടോന്നും പറഞ്ഞ് നമ്മുടെ ഗോണ് നല്ല സ്പീഡിൽ നമ്മുടെ നെറ്റൂറോടെ തലയിലുള്ള ബോർഡ് എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ നല്ല സ്പീഡിൽ പോയിട്ട് ഒറ്റയടിക്ക് ബോർഡിലോട്ട് ചാടിയ ഉടൻ ആ ബോളിലെ സീലിംഗിൽ തട്ടുകയാണ് നമ്മുടെ ഗോണ്. ഇത് കണ്ട് നമ്മുടെ കിലുവെ നല്ല പോലെ ചിരിക്കുകയാണ്. എന്നിട്ട് ഹേ ഗോൺ, നിന്റെ പവർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്ക്, ഇവിടെ ചുറ്റും അതിലാണ് കുറേ ബൗണ്ടറീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ ഫുൾ ആയിട്ട് ഈ പവർ ഒന്നും യൂസ് ചെയ്യാതെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്നു നമ്മുടെ കിലുവെ ചിരിച്ചുകൊണ്ട് പറയാം. അയ്യോ സോറി, ഞാൻ അതൊന്നും ആലോചിച്ചില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഗോൺ ഇനി കൺട്രോൾ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ നെറ്റൂറോടെ അടുത്തുള്ള ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അത് കെട്ടിയത് ഈ സൈഡിൽ നമ്മുടെ ടോൺപ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എണീക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സമയത്ത് നമ്മുടെ ലിയോറിയും കൊറാപ്പിക്കയും പാതി ഉറക്കത്തിലായിരിക്കും, അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്താണ് കറക്റ്റായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകേണ്ടതെന്നും പറഞ്ഞ് നമ്മുടെ ടോൺപ ചിരിച്ചുകൊണ്ട് അവരുടെ റൂമിലോട്ട് പോവുക.
പക്ഷെ സംഭവം എന്താണെന്ന് നോക്കിയാൽ അവരുടെ റൂമിൽ ഇവർ രണ്ടുപേരും കൂർക്കം വലിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ട് അതിശയിക്കുകയാണ് നമ്മുടെ ടോൺപ. അങ്ങനെ അത് കെട്ടി ഈ സൈഡിൽ നമ്മുടെ ഗോളും കിലോയും ഷർട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് നമ്മുടെ നെറ്റൂറോയുടെ കയ്യിലുള്ള ബോൾ പിടിക്കാൻ വേണ്ടി നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ബോൾ അവരെ കൈക്കലാക്കിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കണ്ട് നമ്മുടെ നെറ്റൂറോ പറ്റിയില്ലെങ്കിൽ വിട്ടോളൂ, നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞോളൂ എന്നും പറയാം. ആ സമയത്ത് തന്നെ കിലോയുടെ മൂക്കിൽ അടിപിടുകയാണ്. എന്നിട്ട് നമ്മുടെ ചെയർമാൻ പറയുന്നുണ്ട്, ശരി എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ട്രൈ ചെയ്യും, എന്നാലെങ്കിലും പിടിക്കാൻ പറ്റുമോ നോക്കാമെന്നും നമ്മുടെ നെറ്റൂറോ കളിയാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇത് കേട്ട് നല്ല ദേഷ്യത്തോടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാണ്. എല്ലാ സൈഡിലും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് നമ്മുടെ നെറ്റൂറോനെ. ആ ബോൾ കൈക്കലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ കുറെ നേരം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇവർ രണ്ടുപേർക്കും ഒരു വഴി മനസ്സിലാവുകയാണ്. ഇതേ ഒരു വഴിയുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ഗോണ് ഒരു കാര് വെച്ച് നമ്മുടെ നെറ്റൂറോനെ അടിക്കാൻ പോവുക. അപ്പോൾ അടിക്കാൻ പോകുന്നത് അറിഞ്ഞാൽ നെറ്റൂറോ ബാക്കിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പിന്നാലെ വന്ന കിലൂയ നമ്മുടെ നെറ്റൂറോയുടെ മുതുകത്ത് തന്നെ ഒരു അടി കൊടുക്കണം. അത് കിട്ടിയുടൻ കയ്യിൽ നിന്ന് ബോൾ അവന്റെ കയ്യിൽ നിന്ന് ബോൾ പോവുകയാണ്. അപ്പോൾ ഇത് വിളിക്കാൻ വേണ്ടി 3 പേരും ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുക. കാരണം ആര് ബോൾ ആദ്യം കൈക്കലാക്കും എന്നുള്ളതാണ് ഗെയിം. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഷൂ ഒക്കെ അഴിച്ചു വെച്ചിട്ട് നല്ല സ്പീഡിൽ ആ ബോളിൽ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഞാൻ വിട്ടുപിടിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ നമ്മുടെ നെറ്റൂറോ വന്നിട്ട് ആ ബോൾ പിടിക്കുക. പക്ഷേ ഇതിനൊരു അവസാനമേ ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും സങ്കടത്തോടെ ഇരിക്കുക. എന്നിട്ട് ആ ബോളും കൈ പിടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരെയും നോക്കുകയാണ് നമ്മുടെ നെറ്റൂറോ. ഇതൊക്കെ കണ്ട് മടുത്ത് നമ്മുടെ കിലൂയ, ശരി എനിക്ക് മതിയായി, എന്തായാലും ഇതിനൊരു വഴി ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി, അപ്പോൾ ഞാൻ നിർത്തി പോവുക എന്ന് നമ്മുടെ കിലൂയ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് നെറ്റൂറോ, ഇവനെന്താ ഇത്ര പെട്ടെന്ന് നിർത്തി പോകുന്നത്, ഇവൻ ഇത്ര പെട്ടെന്ന് മടുത്തു എന്ന് നമ്മുടെ നെറ്റൂറോ മനസ്സിലാലോചിക്കുക. എന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കിലൂയ ഗോളിനോട് പറയുന്നുണ്ട്, ഗോൾ നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ, ആ ചെയർമാൻ ഈ കളിയിൽ ഫുള്ള് ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്തത്, അയാളുടെ ഫുൾ പവർ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, നമ്മൾ ഇപ്പോഴും വില കുറച്ച് കാണാനാണ് അദ്ദേഹം, നമുക്ക് അത്ര പവർ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തത് എന്ന് നമ്മുടെ കിലൂയ ഗോളിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടോടൻ ഗോണ്, ഓ ശരിയാണല്ലോ, ഇപ്പോൾ വരെ അവർ ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു യൂസ് ചെയ്തത്, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് നമ്മുടെ ഗോൾ പറയുന്നുണ്ട്. ഇത് കേട്ട് നിനക്ക് ഇപ്പോൾ വരെ മനസ്സിലായില്ലേ, നീ എന്തൊരു മണ്ടരാന്ന് നമ്മുടെ കിലൂയ ഗോളിനോട് പറയുന്നുണ്ട്. അപ്പോൾ ശരി, എനിക്ക് ഇയാൾ നല്ല പോലെ ടൈം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്, നമുക്ക് നാളെ എക്സാം ആണ്, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും പോവാതെ നമ്മുടെ കിലൂയ ഗോളിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഗോൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ പറയാം, എന്തായാലും ഇതുവരെ അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്തത്, അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ വെക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ഗോണ് വേറൊരു ഗെയിം പറയാം. അപ്പോൾ ഇത് കേട്ട് കിലൂയ്ക്ക് നല്ല ദേഷ്യം വരിക. കാരണം അദ്ദേഹം നമ്മുടെ ടൈം എടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ നാളെ എക്സാം ഉണ്ട്, കൂടുതൽ ഇങ്ങനെ വർക്ക് ചെയ്തു എന്ന് വെച്ചാൽ എക്സാമിന് ചിലപ്പോൾ പൊട്ടും. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ കിലൂയ പറയാം, ശരി എന്തായാലും നീ ആയി നിന്റെ പാറായി, ഞാൻ എന്തായാലും പോയി കിടന്നുറങ്ങാൻ പോകാമെന്നും പറഞ്ഞ് നമ്മുടെ കിലൂയ അവിടെ നിന്നും പോവുക. അപ്പോൾ നമ്മുടെ നെറ്റൂറോ, ഓ ഇതൊക്കെ കേട്ട് ഈ ഗെയിമിന് സമ്മതിക്കുകയാണ്, ഇനിയും കളിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ നെറ്റൂറോ. അപ്പോൾ ചെയർമാൻ അവന്റെ മനസ്സിൽ എന്തോ വിചാരിച്ചുകൊണ്ടാണ് കിലൂയെ പോയിരിക്കുന്നത്. അതെന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ ഗോണ്, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി അപ്പൂപ്പാന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ബോൾ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ നെറ്റൂറോ ആ ബോളിനെ മാറ്റുന്നുണ്ട്. ഇത്ര സിമ്പിളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബോൾ പിടിക്കാൻ പറ്റുമെന്ന് നീ വിചാരിച്ചു പോലും നോക്കേണ്ടതെന്ന് നമ്മുടെ നെറ്റൂറോ ആ സമയത്ത് തന്നെ പറയാം. അങ്ങനെ അത് കെട്ടിയത് ഈ സീനിൽ നമ്മുടെ കിലൂയ ആ റൂമിൽ നിന്നും ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അറിയാതെ ഒന്ന് തട്ടുന്നുണ്ട് നമ്മൾ കിലൂയ. അപ്പോൾ കിലൂയനോട് ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്, ഏറ്റവും ആനുവാദം ഇല്ലാതെ മുട്ടിയിട്ട് പോയിട്ട് സോറ ചോദിക്കുന്നു പറയുമ്പോൾ അവർ രണ്ടുപേരെയും ആ സ്പോട്ടിൽ തന്നെ കൊല്ലുകയാണ് നമ്മൾ കിലൂയ. കിലൂയ ശരിക്കും ഒരു അസാസിനാണ്. ഈ ഗെയിം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൂപ്പൻ, ഇതുപോലെ വല്ലതാണെങ്കിലും ഞാൻ അവിടെ നിന്ന് തന്നെ അയാളെ കൊന്നിട്ടുണ്ടാവുമെന്ന് നമ്മുടെ കിലൂയ പറഞ്ഞിട്ട് നടന്നു പോവുക. ഈ സ്ഥലത്താണെങ്കിൽ നമ്മുടെ ഗോണ് എല്ലാ ശ്രമങ്ങളും എടുത്തുകൊണ്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ബോൾ പിടിക്കാൻ വേണ്ടി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഒരു അറ്റാക്ക് ആയിട്ട് അദ്ദേഹത്തിന്റെ വൈറ്റിൽ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഫുൾ സ്ട്രെങ്ത്തിൽ ചാടി അദ്ദേഹത്തിന്റെ വൈറ്റിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു നമ്മുടെ ഗോണിന്റെ തല യൂസ് ചെയ്തിട്ട്. അപ്പോൾ നെറ്റൂറോനെ അറിയാം, കുറെ പ്രാവശ്യം ഈ തല യൂസ് ചെയ്ത് നമ്മുടെ ഗോൺ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അറ്റാക്ക് കൂടെ ഗോണിന്റെ തല വെച്ചിട്ട് അറ്റാക്ക് ചെയ്തെന്ന് വെച്ചാൽ ഗോണിന്റെ തല പൊട്ടും. അപ്പോൾ ഈ അറ്റാക്ക് നമുക്ക് ഡോഡ്ജ് ചെയ്യാന്നും പറഞ്ഞ് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗോണിനെ തള്ളി വിട്ടിട്ട് ഡോഡ്ജ് ചെയ്യാണ് നെറ്റൂറോ. ആ ഡോഡ്ജ് ചെയ്ത് നേരെ പോയി ഗോണ് അപ്പുറത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നേരെ താഴെ വീഴുക. അപ്പോൾ ഇത് കണ്ട് നെറ്റൂറോ, കുട്ട നീ മരിച്ചു പോയെന്നും പറഞ്ഞ് ഒന്നും മനസ്സിലാവാതെ നെറ്റൂറോ ഗോണിനെ വിളിക്കുക. ഇങ്ങനെ തലയിൽ അടിവിട്ട് വീണ് കിടക്കുന്ന ഗോണ് എണീറ്റിട്ട് വളരെ സന്തോഷത്തോടെ പറയാ, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഇപ്പോൾ യൂസ് ചെയ്തതെന്നും പറഞ്ഞാൽ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നെറ്റൂറോ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്രാവശ്യങ്ങളിൽ ഞാൻ ജയിച്ചെന്നും പറഞ്ഞ് ആ സന്തോഷത്തിൽ തന്നെ കിടന്നുറങ്ങാണ് നമ്മുടെ ഗോൾ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ നെറ്റൂറോയ്ക്ക് മനസ്സിലാവുകയാണ്, ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തോ കഴിവുകളുണ്ട്, എന്തൊക്കെയോ പുതിയ പുതിയ ശക്തികളുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ നെറ്റൂറോ ചിരിക്കുക. എന്നിട്ട് അവിടെ തന്നെ ഉള്ളൊരു കോൾ എടുത്തിട്ട് പൈലറ്റിനെ വിളിച്ചു പറയാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ഷിപ്പ് മേലെ കൊണ്ടുപോകാൻ പറ്റുമോ, കാരണം ഈ ഹണ്ടേഴ്സിനെ ഉറങ്ങാൻ വേണ്ടി കുറച്ചുകൂടെ ടൈം കൊടുക്കാവോ എന്ന് നമ്മുടെ നെറ്റൂറോ പൈലറ്റിനെ വിളിച്ചു പറയാം. ഇതൊക്കെ കണ്ട് നമ്മുടെ നെറ്റൂറോ ഹെൽപ്പ് ചെയ്യാണ് ഹണ്ടേഴ്സിനെ, നമ്മുടെ ഗോളിനെയും കിരുവിനെയും കുറച്ചുകൂടെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 42 അപ്ലിക്കൻസുമായിട്ട് ഈ എയർഷിപ്പ് നമ്മുടെ ഫേസ് 3 പോയിക്കൊണ്ടിരിക്കുക. ഈ സീനോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനിയും കുറച്ച് ട്വിസ്റ്റും ഫേസ് 3 എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.